തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉടലെടുത്ത CPI ഭിന്നത രൂക്ഷമാവുകയാണ്. ശബരിമല വിവാദം തിരിച്ചടിക്ക് കാരണമായില്ല എന്ന CPM വാദം CPI വീണ്ടും തള്ളുന്നു. LDF യോഗത്തിന് ശേഷവും ശബരിമല ന്യൂനപക്ഷ നിലപാടുകളിൽ പരിശോധന വേണം എന്ന നിലപാടിലാണ് CPI ഉള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും തുടക്കഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇപ്പോഴും അടിത്തറയൊക്കെ ഭദ്രമാണ്, ഭരണവിരുദ്ധ വികാരമൊക്കെ ഒന്നുമില്ല എന്ന് പാർട്ടി പറയുമ്പോഴും എന്താണ് തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൃത്യമായ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ വളരെ അത്യാവശ്യം തന്നെയാണ്. തിരിച്ചടിയായില്ല എന്ന് പറയാൻ CPM-ന് മുന്നിലുള്ള ഗ്രൗണ്ട് പന്തളം നഗരസഭയിൽ കാര്യമായി എന്ന് വെച്ചാൽ അങ്ങനെ ശബരിമല ആഞ്ഞടിച്ചെങ്കിൽ എന്തുകൊണ്ട് പന്തളം നഗരസഭയിൽ ഞങ്ങൾക്ക് തിരിച്ചടിയേറ്റില്ല? പക്ഷേ ആ ഒരു നഗരസഭ മാത്രം വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്നതാണ് പ്രശ്നം. ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ കഴിഞ്ഞ കുറെ ടേമുകളായി CPM-നൊപ്പം നിന്ന ജില്ലകളാണ്. ആ ജില്ല അപ്പാടെ UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു പന്തളം മാത്രം നോക്കിയത് കൊണ്ടായില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അമൃത, ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് CPM-ന് സമ്മതിക്കാൻ കഴിയില്ല. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ ബുദ്ധിയല്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് താഴെത്തട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അടിത്തട്ടിൽ ഇറങ്ങി പരിശോധിക്കുക, വെവ്വേറെ എന്ന് വെച്ചാൽ ഘടകകക്ഷികൾ വെവ്വേറെ വിലയിരുത്തുക, പരിശോധിക്കുക എന്ന ലൈനിലേക്കാണ് പോകുന്നത്. അത് ചെയ്യാൻ കഴിയും. അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ തന്നെ ഈ തോൽവി വിലയിരുത്തുമ്പോൾ തന്നെ അതിനുള്ളിൽ ഭിന്നത ഉടലെടുത്ത് കഴിഞ്ഞു. CPI ഒരു കാര്യം പറയുന്നു, CPM മറ്റൊരു കാര്യം പറയുന്നു. ഇതുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിയമസഭാ ഇലക്ഷന് കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ച. ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല കേട്ടോ. ഇപ്പൊ UDF ആണ് ഈ രീതിയിലുള്ള ഒരു തോൽവി നേരിട്ടതെങ്കിൽ സ്വാഭാവികമായും ഘടകകക്ഷികളാകെ പരസ്യ പ്രസ്താവനയുമായി കളം നിറയേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ പരസ്യ പ്രസ്താവനകൾ നമ്മൾ കണ്ടില്ല. ഇപ്പൊ ബിനോയ് വിശ്വത്തിന്റെ ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്നു, ജനയുഗം ഒരു മുഖപ്രസംഗം എഴുതുന്നു. അതിനപ്പുറത്തേക്ക് ബിനോയ് വിശ്വത്തിന്റെ പരസ്യമായ ഒരു പ്രസ്താവനയൊന്നും വന്നിട്ടില്ല. അപ്പൊ താഴെത്തട്ടിൽ അവർ പരിശോധിക്കുന്നുണ്ടാവണം. എന്നാലും വിജിൻ ബായാന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, LDF യോഗം ചേർന്നു, CPM-ന്റെ നേതൃയോഗങ്ങൾ ചേർന്നു. അതിലൊന്നും കാര്യമായ ഒരു പരിക്ക് മുന്നണിക്കോ പാർട്ടിക്കോ ഏറ്റിട്ടില്ല. എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാവുന്നതേ ഉള്ളൂ എന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ഈ തോൽവി കാര്യമായി പരിശോധിക്കുന്നുണ്ടോ? CPM നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ LDF യോഗത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസം ഗൗരവതരത്തിൽ തന്നെ ഉയർത്തി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ചെറിയ ഷോർട്ട് ടേമിനുള്ളിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ തോൽവി പരിശോധിക്കാനും വിലയിരുത്താനും പോകുന്നത് മുന്നണിയും അതിനകത്തെ പാർട്ടികളും? സൈഫുദ്ദീൻ ജിൽസി, എന്തായാലും LDF യോഗത്തിൽ ഇങ്ങനെയൊരു ചർച്ച വന്നിട്ടില്ല. അതായത് പ്രാഥമികമായ ഒരു ചർച്ച മാത്രമാണ് നടന്നത്. അതിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കിയത്, പാർട്ടികൾ അവരവരുടേതായ നിലയിൽ പരിശോധന നടത്തട്ടെ, ആ പരിശോധനയുടെ തീരുമാനങ്ങളൊക്കെ എടുത്ത ശേഷം ഒരു വിപുലമായ തരത്തിലുള്ള പരിശോധനയിലേക്ക് LDF കടക്കാം. അതാണ് അതിൻ്റെ ശരിയായ രീതി. സാധാരണഗതിയിൽ ഇങ്ങനെ ആയിരുന്നില്ല CPM പറയാറ്. CPM ഏകപക്ഷീയമായ ഒരു വിശകലനത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിച്ചേർന്ന് അത് LDF-ന്റെ നിലപാടായി മാറാറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് CPI സെക്രട്ടേറിയറ്റ് യോഗത്തിനൊക്കെ മുമ്പ് തന്നെ CPI നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ തന്നെ ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ അകന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലിലേക്കും അങ്ങനെ ഒരു പരസ്യ പ്രസ്താവനകളിലേക്കും ഒക്കെ എത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പക്ഷേ തീരുമാനമെടുത്തത് അങ്ങനെ ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ടില്ല. പക്ഷേ മലപ്പുറം ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ ഉണ്ടായ തിരിച്ചടി അത് പരിശോധിക്കേണ്ടതാണ് എന്നുള്ള തീരുമാനത്തിലേക്കാണ് CPM എത്തിയത്. അതിനുശേഷമാണ് LDF യോഗം ചേർന്നത്. ആ LDF യോഗത്തിലാണ് ഇങ്ങനൊരു തീരുമാനം, അതായത് ജനുവരി ആദ്യവാരം LDF യോഗം ചേരും. അതിനു മുമ്പ് ഘടകകക്ഷികൾ അവരുടെ തീരുമാനങ്ങൾ, അവരുടെ നേതൃയോഗങ്ങൾ ചേർന്ന് ഇക്കാര്യത്തിലുള്ള കൃത്യമായ വിശകലനം നടത്തുകയും ഏതൊക്കെ തരത്തിലുള്ള പോരായ്മകളാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ക്രോഡീകരണം ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് CPM വെച്ചത്. പക്ഷേ അതിനുശേഷം ഇന്നലെ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇറക്കിയ ഒരു പത്രക്കുറിപ്പാണ് അതിൽ ഏറ്റവും പ്രധാനമായും CPI ഭിന്നത ഇപ്പോഴും LDF യോഗത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നതിന് വ്യക്തമാക്കുന്ന ഒരു സൂചന നൽകുന്നത്. എന്തായാലും അതിൽ പറയുന്നത് ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് മറു രാഷ്ട്രീയ ചേരി ആയുധമാക്കിയത് പരിശോധിക്കണം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ അകലാനുണ്ടായ കാരണം അത് പരിശോധിക്കണം. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എതിർചേരിക്ക് ലഭിച്ചിട്ടുണ്ട്, അതായത് UDF-ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് CPI എത്തിയിട്ടുള്ളത്. CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗവും സെക്രട്ടേറിയറ്റ് യോഗവും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ചേരുകയും ചെയ്തു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നേതാക്കളോ
നേതാക്കളോ ഒന്നും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് CPI നിലപാട് വ്യക്തമാക്കാതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാണ് അസാധാരണമായ നിലയിൽ ഉള്ള ഒരു പ്രതികരണം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ ഇക്കാര്യത്തിൽ CPM പറയുന്നത് അത് അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം അങ്ങനെയെങ്കിൽ പന്തളത്ത് ശബരിമല ഉൾപ്പെടുന്ന പന്തളം നഗരസഭയിൽ ഉൾപ്പെടെ BJPയിൽ നിന്ന് വോട്ട് തിരിച്ചുപിടിച്ച് ആ നഗരസഭ തന്നെ LDF പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ സമീപ പഞ്ചായത്തുകളും LDF BJPയിൽ നിന്ന് ഉൾപ്പെടെ തിരിച്ചുപിടിച്ചു. അത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കൊള്ള ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിഷയമായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് BJPക്കായിരുന്നു. പക്ഷേ BJPക്ക് ആ മേഖലകളിൽ ഉൾപ്പെടെ തിരിച്ചടിയാവുകയാണ് എന്നതാണ് CPMന്റെ വിലയിരുത്തൽ. പക്ഷേ അത് CPI എന്തായാലും നിലവിൽ അംഗീകരിച്ചിട്ടില്ല. CPI വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അത് എതിർ രാഷ്ട്രീയ കക്ഷികൾ ആയുധമാക്കിയിട്ടുണ്ട്. അവർക്കത് അനുകൂലമായി വരികയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള സമഗ്രമായ പരിശോധന വേണം എന്നുള്ള നിലപാടാണ് CPI എന്തായാലും നിലവിൽ കൈക്കൊള്ളുന്നത്. ഒപ്പം തന്നെ CPM അത് സംഭവിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ആയിട്ടില്ല എന്ന് വിശകലനം ചെയ്ത വിലയിരുത്തിയ വിഷയങ്ങളെല്ലാം CPI പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ വിഷയങ്ങളാണ് എന്നുള്ള നിലപാടിലേക്കാണ് നിലവിലെത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ LDFന്റെ തീരുമാനം എന്നത് അത് CPI അനുനയിപ്പിച്ച് CPMന്റെ തന്നെ വിലയിരുത്തൽ അതൊരു തീരുമാനമാക്കി മാറ്റുന്ന സാഹചര്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. വിശദമായ ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ എന്തായാലും CPMഉം തീരുമാനിച്ചിട്ടുള്ളത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ സംസ്ഥാന സമിതി യോഗവും 26, 27, 28 തീയതികളിൽ ചേരുന്നുണ്ട്. അത് വിശാലമായ സംസ്ഥാന സമിതി യോഗമാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ വിശദമായ പരിശോധന തന്നെ തോൽവിയുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു 3ാം തുടർഭരണം ലക്ഷ്യമിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തോൽവി എന്നുള്ളത് അത് രാജ്യത്ത് തന്നെ CPMന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. CPMന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ഉൾപ്പെടെയുള്ള ഒരു വിശകലനത്തിനും പരിശോധനയ്ക്കുമൊക്കെയാണ് CPM എന്തായാലും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് വാർഡ് തലങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ പരിശോധിച്ച് ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ഒക്കെ ചേർന്ന് അടിത്തട്ടിലുള്ള കമ്മിറ്റികൾ ഉൾപ്പെടെ ചേർന്ന് തീരുമാനത്തിലേക്ക് എത്താനാണ് നിലവിലിപ്പോൾ എന്തായാലും CPM തീരുമാനിച്ചിട്ടുള്ളത്. CPI ഒറ്റയടിക്ക് തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തോൽവിയുടെ പ്രധാന കാരണം അത് ഭരണത്തിൽ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വിവാദ വിഷയങ്ങളാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയത്. ഭിന്നത എന്തായാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ഓരോ പാർട്ടികളും അതത് തലത്തിൽ പരിശോധന നടത്തി എന്ത് നിഗമനത്തിലേക്ക് എന്ത് ഒരു നിരീക്ഷണത്തിലേക്ക് തോൽവിയുമായി ബന്ധപ്പെട്ട വിശകലനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.